പഹൽഗാമിലും ബൈസരൻ വാലിയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായി ഏർപ്പെട്ടിരുന്ന ഇൻഡസ് വാലി കരാറിൽ നിന്ന് സിന്ധു നദീതട കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഈ വാർത്ത ഇതിനോടകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻഡസ് വാലി ട്രീറ്റിയുടെ ചരിത്ര പശ്ചാത്തലം എന്താണ്? എന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാറിൽ ഏർപ്പെട്ടത്? ഇന്ത്യക്ക് ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമോ? അഥവാ അങ്ങനെ പിന്മാറാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ പിന്മാറുകയാണെങ്കിൽ പാകിസ്ഥാന് എന്തെല്ലാം ദോഷങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ജലം ഒരു രാഷ്ട്രീയ ആയുധമായാലോ? അതാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യം. ഇൻഡസ് വാലി ട്രീറ്റിയുടെ പ്രാധാന്യവും പ്രത്യേകതയും എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. നമുക്ക് വിശദമായിട്ട് നോക്കാം. ലോകത്തിലുള്ള പല വലിയ നദീതടങ്ങളിൽ ഒരെണ്ണമാണ് സിന്ധു നദീതടവും. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബൃഹത്തായ നദീതടമാണ് സിന്ധു നദീതടം. എന്നാൽ 1947 മുതൽ വൈരികളായി തീർന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ജീവനാഡിയാണ് ഈ നദീതടം. 1947 ബ്രിട്ടീഷ് ഇന്ത്യയും പാകിസ്ഥാനുമായി വേർപിരിഞ്ഞതോടുകൂടി സിന്ധു നദീതടവും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ ഹെഡ് വാട്ടേഴ്സ്, മുകൾ ഭാഗം, നദീതലത്തിന്റെ മുകൾ ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലും പാകിസ്ഥാൻ ഡൗൺ സ്ട്രീമിനെ താഴ്ഭാഗത്തെ ആശ്രയിക്കുന്നതുമായി. വിഭജനത്തോടുകൂടി വൈരികളായിത്തീർന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇതോടുകൂടി കൂടുതൽ അരക്ഷിതമായ അവസ്ഥയിലായി. കാരണം എന്തെങ്കിലും രീതിയിൽ ഇന്ത്യ ജലം തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുകയോ ചെയ്താൽ പാകിസ്ഥാൻ കഷ്ടത്തിലാവും. ഇതായിരുന്നു പാകിസ്ഥാന്റെ ഭയം. അതുകൊണ്ട് തന്നെ സംഘർഷം ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ മധ്യസ്ഥതയോടുകൂടി ചർച്ചകൾ ആരംഭിച്ചു. ഒരു ദശാബ്ദക്കാലം നീണ്ട തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും 1960 ഈ കരാറിൽ ഏർപ്പെടുന്നത്. അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അയൂബ് ഖാൻ പാകിസ്ഥാൻ പ്രസിഡന്റുമായിരുന്നു. സിന്ധു നദീതടം, അതായത് ഇൻഡസ് റിവർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ട്രീറ്റിയുടെ അല്ലെങ്കിൽ ഈ കരാറിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ പീഠഭൂമിയിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് സിന്ധു നദി, ഇൻഡസ് റിവർ ഒഴുകാൻ ആരംഭിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകി ലഡാക്കിന് സമീപത്ത് ഡംചോക്കിൽ വെച്ചാണ് ഈ നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയിലൂടെ ഏറെ ദൂരം ഇതേ ദിശയിൽ ഒഴുകുന്ന സിന്ധു നദി ഒരു പോയിന്റിൽ തെക്കോട്ട് തിരിഞ്ഞ് ബാൾട്ടിസ്ഥാൻ പ്രവിശ്യയിലെ ഷിലാസിൽ വെച്ച് പാകിസ്ഥാനിൽ പ്രവേശിക്കുകയും പിന്നീട് പാകിസ്ഥാനിൽ ഒഴുകി അറബിക്കടലിൽ ചേരുകയും ചെയ്യും. 3180 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന സിന്ധു നദി ഏഷ്യയിലെ 8ാമത്തെ വലിയ നദിയും. ഇൻഡസ് വാലി കരാർ അനുസരിച്ച് സിന്ധു നദീതടത്തിലെ പ്രധാനപ്പെട്ട 6 നദികളെ 3 വീതമുള്ള 2 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നു. ഇതിലെ ഒരു ഗ്രൂപ്പായ വെസ്റ്റേൺ റിവേഴ്സ്, പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാന് അനുവദിച്ചിരിക്കുന്നവയാണ്. ഇൻഡസ്, ജലം, ചെനാബ് എന്നിവയാണ് ഈ 3 നദികൾ. കിഴക്കൻ നദികൾ എന്ന ഈസ്റ്റേൺ നദികൾ 3 ഇന്ത്യക്ക് അനുവദിച്ചിരിക്കുന്നു. റാവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് ഈ 3 നദികൾ. ഇതിൽ പ്രധാന നദിയായ ഇൻഡസും സിന്ധുവും അതുപോലെ സത്ലജും ഉത്ഭവിക്കുന്നത് ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നാണ്. ജലം നദി കാശ്മീരിലും, ചെനാബ്, റാവി എന്നിവ ഹിമാചൽ പ്രദേശിലും, ബിയാസ് പീർ പഞ്ചൽ റേഞ്ചിലുമാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയൻ ഹൈറേഞ്ചുകളിൽ ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകി പഞ്ചാബിന്റെയും സിന്ധിന്റെയും സമതല പ്രവിശ്യകളിലൂടെയാണ് പിന്നീട് ഈ നദികൾ ഒഴുകുന്നത്. റാവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും അവകാശത്തിലുംപ്പെട്ട നദികൾ. ഇന്ത്യ പ്രധാനമായും പവർ ജനറേഷൻ, ഇറിഗേഷൻ, കുടിവെള്ളം എന്നീ ആവശ്യങ്ങൾക്കാണ് ഈ നദികളെ ആശ്രയിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആവട്ടെ പടിഞ്ഞാറൻ നദികളില്ലാതെ ജീവിതം അസാധ്യം തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ 80% ജലസേചനം പ്രധാന നഗരങ്ങളിലെ കുടിവെള്ളം, പഞ്ചാബ്, സിന്ധ് എന്നീ മേഖലകളിലെ കാർഷിക മേഖലകളെല്ലാം പ്രധാനമായിട്ടും ഈ 3 നദികളെയും അതിലെ ജലത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വേനൽക്കാലത്ത് ഹിമാലയൻ മഞ്ഞുരുകി ഈ നദികളിൽ പ്രളയമുണ്ടാവുക, മഞ്ഞുകാലത്ത് നീരൊഴുക്ക് കുറയുക, കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുപാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഈ നദീതടവും അതിലെ നദികളും നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. സിന്ധു നദിയുടെ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മനുഷ്യ നാഗരികത, ഹ്യൂമൻ സിവിലൈസേഷൻ രൂപമെടുക്കുന്നതും ഇൻഡസ് വാലി അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരങ്ങളിലാണ്. മഞ്ഞു മൂടിയ ഹിമാലയൻ മലനിരകളിൽ ഉത്ഭവിച്ച് മരുഭൂമികൾ താണ്ടി ഒടുവിൽ അറബിക്കടലിൽ വരെ എത്തുന്ന ഈ റിവർ സിസ്റ്റം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും
അവിടുത്തെ ആളുകളുടെ ജീവനോപാധിയുമാണ്. ഇന്നിപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനും വേദിയാവുകയാണ് ഈ റിവർ സിസ്റ്റം. ഈ റിവർ സിസ്റ്റത്തിൽ ഇന്ത്യ മേൽക്കൈ നേടുമെന്ന പാകിസ്ഥാൻ ഭയത്താൽ ഉണ്ടാക്കപ്പെട്ട ഈ ട്രീറ്റിയിൽ, ഈ കരാറിൽ, ഇൻഡസ് വാലി കരാറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇൻഡസ് റിവർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 6 നദികളെ 3 വീതമുള്ള 2 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ. അതിൽ കിഴക്കൻ നദികളായ റാവി, ബിയാസ്, സത്ലജ് എന്നിവ ഇന്ത്യക്കും, പടിഞ്ഞാറ് നദികളായ ഇൻഡസ്, ഝലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും അനുവദിച്ചു കൊടുത്തു. ഇന്ത്യക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന പടിഞ്ഞാറ് നദികളിൽ ഹൈഡ്രോ പവർ ഉൽപ്പാദിപ്പിക്കുക, നാവിഗേഷൻ, മീൻപിടുത്തം, നിയന്ത്രിതമായ അളവിൽ ഇറിഗേഷൻ എന്നിവയെല്ലാം ഇന്ത്യക്ക് നടത്താം. എന്നാൽ കരാർ അനുസരിച്ച് ഈ നദികളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട നിർമ്മിതികൾ നടത്തണമെങ്കിൽ 2 രാജ്യങ്ങളും പരസ്പരം മുന്നേ കൂട്ടി അറിയിക്കണം. ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ നിരന്തരം യോഗം ചേരാറുമുണ്ട്. ഇൻഡസ് വാലി സിസ്റ്റത്തിലെ 80% ജലം പാകിസ്ഥാനും വെറും 20% മാത്രമാണ് ഇന്ത്യയും ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ ജല ഉപയോഗം ഈ 20% ക്രമീകരിക്കുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവറുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യക്ക് ഉണ്ട് എങ്കിലും ഇത് ഒരു റൺ ഓഫ് ദ റിവർ ബേസിസിലായിരിക്കണം. അതായത് വെള്ളം തടഞ്ഞു നിർത്താനോ ഡൈവേർട്ട് ചെയ്യാനോ പാടില്ല. ജലഗതാഗതം, മത്സ്യബന്ധനം, നിയന്ത്രിതമായ അളവിൽ ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഉപയോഗം എന്നിവയ്ക്കെല്ലാം ഇന്ത്യ ഈ ജലം ഉപയോഗിക്കുന്നുണ്ട്. കാർഷിക വൃത്തിക്ക് വേണ്ടിയും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇന്ത്യക്ക് ജലം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്ക് 7 ലക്ഷം ഏക്കർ കാർഷിക ഭൂമിയിൽ മാത്രമേ ജലസേചനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ നദികളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പാക്കണമെങ്കിൽ ഇന്ത്യ 6 മാസം മുന്നേ പാകിസ്ഥാനെ രേഖാമൂലം അറിയിച്ചിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. PIC അഥവാ പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ മുഖാന്തരമായിരിക്കണം ഈ അറിയിപ്പുകൾ കൊടുക്കേണ്ടത്. നദിയിലെ ജലത്തിന്റെ അളവ്, ഒഴുക്ക്, ഉപയോഗം, സാറ്റലൈറ്റ് ഡാറ്റ എന്നിവയെല്ലാം ഇന്ത്യ പാകിസ്ഥാന് കൈമാറണം എന്ന് നിബന്ധനയുണ്ട്. കരാറിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ നടപ്പാക്കിയ ചില നദീതര പദ്ധതികളുമുണ്ട്. ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ ഡാം, ജലം നദിയിലെ കൃഷ്ണഗംഗ പ്രോജക്റ്റ്. 1960 ഈ കരാർ ഉണ്ടാക്കിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഏർപ്പെട്ട യുദ്ധസമയത്ത് പോലും ഇന്ത്യ ഈ കരാർ ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ പെഹൽഗാം, ബൈസൺ വാലി തീവ്രവാദി ആക്രമണത്തിന്റെ നിഴലിൽ ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഞങ്ങൾ പിന്മാറുന്നുവെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇൻഡസ് വാലി കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് ഇന്ത്യ പറയുമ്പോൾ അതിൽ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അവരുടെ 80% ജല ഉപയോഗത്തിന് ആശ്രയിക്കുന്നത് ഇൻഡസ് റിവർ സിസ്റ്റത്തെയാണ്. ഇന്ത്യയിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിലേക്ക് ഈ നദികളെല്ലാം പ്രവേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ നദിയുടെ മുകൾ ഭാഗത്തുണ്ടാകുന്ന എന്ത് തടസ്സവും പാകിസ്ഥാനെ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി ബാധിക്കപ്പെടുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ 80% കാർഷിക മേഖലയും ആശ്രയിക്കുന്നത് പടിഞ്ഞാറ് നദികളായ ഇൻഡസ്, ജലം, ചെനാബ് എന്നീ നദികളിലുള്ള ജലത്തെയാണ്. ഈ നദികളെ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇന്ത്യ വഴിതിരിച്ചുവിടുകയോ ജലം ഒഴുക്ക് തടയുകയോ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത് തീവ്രമായ സാമൂഹിക, പാരിസ്ഥിതിക, സാമ്പത്തിക പ്രത്യാഘാതങ്ങളായിരിക്കും. ഗോതമ്പ്, അരി, കരിമ്പ്, പരുത്തി, പലതരം പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയെല്ലാം പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഏകദേശം 38 മുതൽ 40 ഏക്കർ അഥവാ 15 മുതൽ 16 മില്യൺ ഹെക്ടർ ആണ് പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെ വിസ്തൃതി. ഇതിൽ തന്നെ 90% ആശ്രയിക്കുന്നത് ഇൻഡസ് റിവറിലെ ജലമാണ്. കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ കൈക്കൊള്ളുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ പാകിസ്ഥാൻ വലയും. ആഹാര സാധനങ്ങളുടെ വില കുതിച്ചു കയറും, തൊഴിലില്ലായ്മ രൂക്ഷമാവും, അതിഭീകരമായ ദാരിദ്ര്യമുണ്ടാവും. നേരത്തെ പറഞ്ഞ ധാന്യവിളകളും നാണ്യവിളകളും എല്ലാം നശിക്കും. ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചു കയറും. കാർഷിക മേഖലയിൽ മാത്രമല്ല പാകിസ്ഥാന് പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത്, കുടിവെള്ളവും പാകിസ്ഥാനിൽ കിട്ടാതെയാവും. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ്, ഖൈബർ പഖ്തൂൺ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളെല്ലാം വളരെയധികം ആശ്രയിക്കുന്നത് ഇൻഡസ് നദിയിലെ ജലത്തെയാണ്, കുടിവെള്ളത്തിനടക്കം. പാകിസ്ഥാനിലെ പ്രധാന പട്ടണങ്ങളായ ലാഹോർ, മുൾട്ടാൻ, കറാച്ചി എന്നിവയെല്ലാം കുടിവെള്ളത്തിനായി പ്രത്യക്ഷമായി ഇൻഡസിനെയോ അല്ലെങ്കിൽ പരോക്ഷമായി ഇൻഡസ് സിസ്റ്റത്തെയോ ആശ്രയിക്കുന്നവരാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിൽ പാകിസ്ഥാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവറിനെയാണ്. ജലം നദിയിലെ മംഗള ഡാം, ഇൻഡസിലെ തർബേല ഡാം, നീലം ജലം പ്രോജക്റ്റ് എന്നിവയെല്ലാമാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ. കടുത്ത തീരുമാനം ഇന്ത്യയുടെ കൈക്കൊള്ളുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ഈ മേഖലകളെല്ലാം തകിടം പറയും. ഈ മേഖലകളെല്ലാം കുടിവെള്ള ദൗർലഭ്യം ഉണ്ടാവും. കുടിവെള്ളത്തിനായി ആഭ്യന്തര കലഹം ഉണ്ടായേക്കാം. ഡാമുകളിൽ വെള്ളം എത്താതെ വന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കുറയും, വൈദ്യുതി ക്ഷാമം ഉണ്ടാവും. ഇതിലും ഭീകരമായിരിക്കും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന പാരിസ്ഥിതിക ഭീഷണി. ഇൻഡസ് റിവർ സിസ്റ്റം അറബിക്കടലുമായി ചേരുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ്.
നിരന്തരമായ നീരൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ് റിവർ സിസ്റ്റം ആരോഗ്യകരമായി നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ഇന്ത്യ ഇൻഡസ് റിവറിലെ നീരൊഴുക്ക് പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ തടയുകയോ ചെയ്താൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുണ്ടാവും. നദിയിൽ ജലത്തിന്റെ ഒഴുക്ക് കുറയുമ്പോൾ കടൽ ജലം ഉള്ളിലേക്ക് കയറും, ഊരുവെള്ളം കയറുന്നത് പോലെ. കൃഷിഭൂമിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കൃഷിയെ ബാധിക്കും. മത്സ്യസമ്പത്തിനും ഭീഷണിയുണ്ടാവും. തണ്ണീർത്തടങ്ങൾ അപ്രത്യക്ഷമാവും. സിന്ധ് പ്രവിശ്യയിൽ മത്സ്യബന്ധനത്തിലും കാർഷിക വൃത്തിയിലും ഏർപ്പെട്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമാവും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവും. ഇത്തരത്തിലുണ്ടാകുന്ന സാമൂഹിക, പാരിസ്ഥിതിക, സാമ്പത്തിക പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വളരെ വലുതായിരിക്കും. പക്ഷേ ഏകപക്ഷീയമായി ഇന്ത്യക്ക് ഈ കരാർ റദ്ദാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിടപ്പെട്ട ഇൻഡസ് വാലി ട്രീറ്റി ലോകത്തിലെ ഏറ്റവും വിജയകരമായ ചില ട്രീറ്റുകളിൽ ഒന്നാണെന്നാണ് ഘോഷിക്കപ്പെടുന്നത്. യുദ്ധസമയത്ത് പോലും ഈ കരാർ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. എന്നാൽ ഇൻഡസ് വാലി കരാറിൽ ഒരു എക്സിറ്റ് ക്ലോസ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ ഈ കരാർ റദ്ദാക്കുന്നതിനോ നിർത്തുന്നതിനോ അല്ലെങ്കിൽ പിൻവലിക്കുന്നതിനോ പ്രത്യേകമായ ഒരു ക്ലോസ്, ഒരു നിബന്ധന പറഞ്ഞിട്ടില്ല. ഒരു പ്രസ്താവനയിലൂടെയോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലൂടെയോ രണ്ട് രാജ്യങ്ങൾക്കും, ഇന്ത്യക്കും അതെ പാകിസ്ഥാനും അതെ, ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏകപക്ഷീയമായി ഈ കരാർ റദ്ദാക്കാൻ പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ കരാറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു നയതന്ത്ര രൂപരേഖയുണ്ട്. അത് സ്ഥാപിക്കപ്പെട്ടത് വിയന്ന കൺവെൻഷനിൽ വെച്ചാണ്. ഇന്ത്യ വിയന്ന കൺവെൻഷനിൽ ഒപ്പിട്ട ഒരു രാജ്യമാണ്. ഏർപ്പെട്ടിരിക്കുന്ന കരാറിൽ നിന്ന് പിന്നോട്ട് പോകണമെങ്കിൽ വിയന്ന കൺവെൻഷൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏതെങ്കിലും കരാറുകൾ നിർത്തലാക്കണമെങ്കിൽ, മരവിപ്പിക്കണമെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പാർട്ടികളും സമ്മതിക്കണം. അല്ലെങ്കിൽ യുദ്ധമോ അതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കരാറുകൾ റദ്ദാക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഘടകം. പാകിസ്ഥാൻ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വാദം ഇന്ത്യക്ക് തെളിയിക്കാനായാൽ തീർച്ചയായിട്ടും ഈ കരാറിൽ നിന്ന് പിന്മാറാം. എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇത് തെളിയിക്കുക എന്നുള്ളത് അല്പം ദുഷ്കരമായ കാര്യവുമാണ്. ഈ കരാർ ഇന്ത്യക്ക് ഏകപക്ഷീയമായി മരവിപ്പിക്കാനോ അല്ലെങ്കിൽ പിൻവലിക്കാനോ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കരാറിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തന്ത്രപരമായ ചില ചുവടുവയ്പ്പുകൾ നടത്തുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വഴി. ഇന്ത്യക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കിഴക്കൻ നദികൾ രാവി, ബിയാസ്, സത്ലജ് എന്നിവ പൂർണ്ണതോതിൽ ഉപയോഗിക്കണം. ഇന്ത്യയുടെ ജിയോഗ്രാഫിക് അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ നദികളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ നടപ്പാക്കണം. നദിയിലെ ജലത്തിന്റെ അളവ്, നീരൊഴുക്കിന്റെ വേഗത എന്നിവ കൈമാറുന്ന പരസ്പര സഹകരണം ഇന്ത്യ പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കണം. ഏകപക്ഷീയമായി ഇന്ത്യ ഈ കരാർ ലംഘിക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയായിട്ട് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്താം. ഈ കരാറിന്റെ ഇടനിലക്കാരായ ലോകബാങ്ക് ഒരുപക്ഷെ ഇടപെട്ടേക്കാം. മറ്റ് ലോകരാജ്യങ്ങൾ, ചൈന, US, ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ചേരിതിരിഞ്ഞേക്കാം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയുമായി ഭാഗത്തായിട്ട്. ഇന്റർനാഷണൽ നിയമങ്ങൾ ഇന്ത്യ ലംഘിച്ചു എന്നൊരു ചിത്രം ഇന്ത്യയെക്കുറിച്ച് പൊതുവിലുണ്ടാകാം. അതൊരു പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള ലോകശക്തി എന്ന ഇന്ത്യയുടെ പേരിനെ കളങ്കപ്പെടുത്തിയേക്കാം. ഇത് കാരണം ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഇന്റർനാഷണൽ നെഗോസിയേഷൻസിൽ ഇന്ത്യക്ക് വോയിസ് ഇല്ലാതെ വന്നേക്കാം, ഒരൽപ്പം പ്രാധാന്യം കുറഞ്ഞേക്കാം. ഏകപക്ഷീയമായി കരാർ പിൻവലിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഏകപക്ഷീയമായി ഇന്ത്യക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ അറിവാണ് പറഞ്ഞത്. ഞാനൊരു നയതന്ത്ര വിദഗ്ധനല്ല. ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായി അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യണം. ഏതായാലും ഇൻഡസ് വാലി ട്രീറ്റി ഇന്ത്യ ലംഘിച്ചതിന് ബദലായിട്ട് ഷിംല കരാർ ലംഘിച്ചു എന്ന് പാകിസ്ഥാൻ പറയുന്നതോടുകൂടി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധസമാനമായ സാഹചര്യം സംജാതമായിരിക്കുകയാണ്. പക്ഷേ സാധാരണക്കാരെ കൊന്നുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നടത്തിയ ഭീകരാക്രമണത്തിന് അതിന്റെ സൂത്രധാരർ ആരായാലും ദാക്ഷിണ്യമില്ലാത്ത ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ്. ജയ് ഹിന്ദ്.